എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 31 തൊട്ടുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥവും സാരവും പറയാം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ശ്ലോകം 31. വ്യോമവാണീ തദേവാഭോ മാറിഷേങ്കിദ്യതാമിതി ഉദ്യമ സബലസ്തേദോ ഭവിഷ്യതി ന സംശയഃ. വ്യോമവാണീ തദേവാഭോ മാറിഷേങ്കിദ്യതാമിതി ഉദ്യമ സബലസ്തേദോ ഭവിഷ്യതി ന സംശയഃ. അപ്പോൾ തന്നെ ഹേ ഋഷേ, അങ്ങ് ഖേദിക്കണ്ട, അങ്ങയുടെ പ്രയത്നം സഫലമാകും, സംശയിക്കണ്ട എന്നുള്ള അശരീരി വാക്കുകൾ തു എന്നതിന് അയം എന്ന് പാഠഭേദം എന്നുള്ള അശരീരി വാക്കുകൾ ഉണ്ടായി. ശ്ലോകം 32. ഏതദർത്ഥം ദുസത്കർമ്മ സുരക്ഷേതും സമാചര തത്തേ കർമാഭിദാസ്യന്തി സാധവ സാധുഭൂഷണാഃ. ഏതദർത്ഥം ദുസത്കർമ്മ സുരക്ഷേതും സമാചര തത്തേ കർമാഭിദാസ്യന്തി സാധവ സാധുഭൂഷണാഃ. ഏതദർത്ഥം ഇവരുടെ അർത്ഥത്തിനായിക്കൊണ്ട്, ഉണർവിനായിക്കൊണ്ട്, അഭിദാസ്യന്തി അഭിദാനം ചെയ്യും, പറഞ്ഞു തരും, സാധുഭൂഷണ സാധുക്കളെ അലങ്കരിക്കുന്ന, സാധവ സാധുക്കൾ. കേൾക്കപ്പെട്ട ആകാശവാണിയെ തന്നെ വിവരിക്കുന്നു. ഹേ ദേവർഷേ, ജ്ഞാനവൈരാഗ്യന്മാരാവുന്ന ഈ രണ്ടുപേരുടെ ആലസ്യ നിവൃത്തിക്കായിക്കൊണ്ട് അങ്ങ് സൽക്കർമ്മത്തെ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണം. ആ കർമ്മം ഏത് വിധത്തിലുള്ളതാണ് വേണ്ടതെന്ന് സാധുക്കളിൽ വെച്ച് ഉത്കൃഷ്ടന്മാരായ സാധുക്കൾ അങ്ങയോട് ഉപദേശിക്കും. ശ്ലോകം 33. സത്കർമ്മണി കൃതേ തസ്മിൻ സനിദ്രാവൃദ്ധദാനയോ ഗമിഷ്യതി ക്ഷണാൽ ഭക്തി സർവദാ പ്രസരിഷ്യതി. സത്കർമ്മണി കൃതേ തസ്മിൻ സനിദ്രാവൃദ്ധദാനയോ ഗമിഷ്യതി ക്ഷണാൽ ഭക്തി സർവദാ പ്രസരിഷ്യതി. തസ്മിൻ സൽക്കർമ്മണി, ആ സൽക്കർമ്മം, കൃതേ ചെയ്യപ്പെടുമ്പോൾ, അനയോ ഇവരുടെ, സുനിദ്ര വൃദ്ധത നിദ്രാസഹിതമായ വൃദ്ധത, ക്ഷണാൽ ഗമിഷ്യതി ക്ഷണത്തിൽ നശിക്കും, ഭക്തി ഭക്തി സർവദ പ്രസരിഷ്യതി എങ്ങും പ്രസരിക്കും. സാധുക്കൾ ഉപദേശിക്കുന്ന ആ സൽക്കർമ്മം അനുഷ്ഠിക്കപ്പെട്ടാൽ ഇവ രണ്ടുപേരുടെ നിദ്രാലുത്വവും വാർദ്ധക്യവും തൽക്ഷണം തന്നെ ഇല്ലാതെയാകും. ഭക്തി എല്ലാ ദിക്കിലും വേണ്ടതുപോലെ ഫലിക്കും. ശ്ലോകം 34. ഇത്യാകാശവചസ്പഷ്ടം തത്സർവൈരവിവിശ്രുതം നാരദോ വിസ്മയം ലേഭേ നേദം ജ്ഞാതമിതി ബ്രുവൻ. ഇത്യാകാശവചസ്പഷ്ടം തത്സർവൈരവിവിശ്രുതം നാരദോ വിസ്മയം ലേഭേ നേദം ജ്ഞാതമിതി ബ്രുവൻ. ഇതി സ്പഷ്ടം, ഇപ്രകാരം സ്പഷ്ടമായിരിക്കുന്ന, തത് ആകാശവചഃ ആ ആകാശവചസ്, സർവൈ അപി സർവരാലും, വിശ്രുതം കേൾക്കപ്പെട്ടു, ഇതം ഈ കർമ്മം, നജ്ഞാനം എന്നാൽ അറിയപ്പെട്ടില്ല, ഇതി ബ്രുവൻ എന്ന് പറഞ്ഞുകൊണ്ട്, നാരദ വിസ്മയം ലേഭേ നാരദൻ വിസ്മയം പ്രാപിച്ചു. ഇപ്രകാരം സ്പഷ്ടമായുണ്ടായ അശരീരി വാക്ക് അവിടെയുണ്ടായിരുന്നവരെല്ലാം കേട്ടു. ഇവരുടെ ആലസ്യ നിവാരണത്തിന് ഉപകരിക്കുന്ന ആ സൽക്കർമ്മം എന്തായിരിക്കുമെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നാരദർ ആശ്ചര്യപ്പെട്ടു. ശ്രീനാരദോവാച. അനയാകാശവാണ്യാപി ഗോപ്യത്തേന നിരൂപിതം കിം വാ തത്സാധനം കാര്യം ഏന കാര്യം ഭവേത്തയോ.
അനയാകാശവാണ്യാഭി ഗോപ്യത്യേന നിരൂപിതം കിം വാ തത്സാധനം കാര്യം യേന കാര്യം ഭവേത്തയോ. അനയോ ആകാശവാണ്യാ അഭി, ഈ ആകാശവാണിയായാലും ഗോപ്യത്വേന നിരൂപിതം, ഗോപ്യമായി നിരൂപിക്കപ്പെട്ടിരിക്കുന്ന കാര്യം തത്സാധനം കിം വാ, കർത്തവ്യമായ ആ ഉപായം എന്തായിരിക്കും, ഏന യാതൊന്നിനാൽ തയോ കാര്യം ഭവേ, അവർ രണ്ടുപേരുടെയും കാര്യവും സാധിക്കും. ശ്രീ നാരദൻ പറഞ്ഞു, നാരദർക്കുണ്ടായ ആശ്ചര്യത്തെ വിവരിക്കുന്ന ഇപ്പോൾ കേൾക്കപ്പെട്ടതായ ഈ അശരീരി വാക്കിനാലും വെളിപ്പെടുത്തപ്പെടാതെ ഗോപ്യമായി വയ്ക്കപ്പെട്ടിരിക്കുന്ന സൽക്കർമ്മം എന്തൊന്നായിരിക്കും? ആ കർമ്മം അനുഷ്ഠിച്ചാൽ ജ്ഞാനവൈരാഗ്യന്മാരായ ഈ രണ്ടുപേരുടെ ആലസ്യം തീരുമെന്നാണല്ലോ വാക്കുകൊണ്ടുണ്ടായത്. ആ കർമ്മത്തിൻ്റെ സ്വരൂപ പരിജ്ഞാനം എൻ്റെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്നില്ലല്ലോ. ഹ ആശ്ചര്യം. ശ്ലോകം 36. കുഭവിഷ്യതി സന്തസ്തേ കഥം ദാസ്യതി സാധനം മയാത്ര കിം പ്രകർത്തവ്യം തദുക്തം വ്യോമഭാഷയാ. ഉപവിശ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാത്ര കിം പ്രകർത്തവ്യം തദുക്തം വ്യോമഭാഷയാ. തേ സന്ത, ആ സത്തുക്കൾ, ഭവിഷ്യതി എവിടെയുണ്ടായിരിക്കും, സാധനം കഥം ദാസ്യന്തി സാധനത്തെ എങ്ങനെ അവർ ദാനം ചെയ്യും, വ്യോമഭാഷയ ആകാശവാണിയാൽ, ഉക്തം തത് പറയപ്പെട്ടത് അതാകുന്നു. അത്ര മയാകിം പ്രകർത്തവ്യം, ഇതിൽ എന്നാൽ എന്തു ചെയ്യപ്പെടുവാൻ യോഗ്യം. സാധുഭൂഷണന്മാരായ സാധുക്കൾ ആ കർമ്മം എനിക്ക് ഉപദേശിക്കുമാണ് എന്നാണല്ലോ ആകാശവാണിയാൽ പറയപ്പെട്ട സംഗതി. അപ്രകാരമുള്ള ആ സാധുക്കൾ എവിടെയുണ്ടാകും? അവരെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ ആ കർമ്മത്തെ അവർ എന്നെ ധരിപ്പിക്കും? ഈ കർമ്മം സാധിപ്പിക്കാൻ ഞാൻ എന്തൊന്നാണ് ചെയ്യേണ്ടത്? ശ്രീ സൂത ഉവാച. ശ്ലോകം 37. തത്ര താവപി സംസ്ഥാപ്യ നിർഗതോ നാരദോ മനെ തീർത്ഥം തീർത്ഥം പരിഷ്കർമ്മ്യ പൃച്ഛൻ മാർഗേ മുനീശ്വരാൻ. തത്ര താവപി സംസ്ഥാപ്യ നിർഗതോ നാരദോ മനിഃ തീർത്ഥം തീർത്ഥം പരിഷ്കർമ്മ്യ പൃച്ഛൻ മാർഗേ മുനീശ്വരാൻ. അത്രതോ അഭി സംസ്ഥാപ്യ, അവിടെ അവരെ ഇരുത്തിയിട്ട് നാരദമുനി നിർഗത, നാരദമുനി പുറപ്പെട്ടു പോയി. തീർത്ഥം തീർത്ഥം, തീർത്ഥം തോറും വിനിഷ്ക്രമ്യ സഞ്ചരിച്ചിട്ട് മുനീശ്വരന്മാരോട് പൃച്ഛൻ ചോദിച്ചുകൊണ്ട്. ശ്രീ സൂതൻ പറഞ്ഞു, ആ യമുനാതീരത്തിൽ ജ്ഞാനവൈരാഗ്യന്മാരെ ആ നിലയിൽ ഇരുത്തിയിട്ട് നാരദമുനി അവിടെ നിന്ന് പുറപ്പെട്ടു. എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും സഞ്ചരിച്ചു. അവിടെ കാണുന്ന മുനിശ്രേഷ്ഠന്മാരോട് സംഗതികളെല്ലാം പറഞ്ഞു. ജ്ഞാനവൈരാഗ്യന്മാരെ പ്രബോധിപ്പിക്കുവാൻ ഉപകരിക്കുന്നതായ ആ സൽക്കർമ്മം എന്തായിരിക്കുമെന്ന് അവരോടെല്ലാം ചോദിച്ചു. ശ്ലോകം 38. വൃത്താന്തഃ ശ്രൂയതേ സർവേ കിഞ്ചിത് നിശ്ചിത്യനോച്യതേ അസാധ്യം കേചന പ്രോജോ ദുർജ്ഞേയമിതി ചാപരേ. വൃത്താന്തഃ ശ്രൂയതേ സർവേ കിഞ്ചിത് നിശ്ചിത് നോച്യതേ അസാധ്യം കേന പ്രോജോ ദുർജ്ഞായമിതി ചാപരേ. അസാധ്യം കേചന പ്രോജോ ദുർജ്ഞേയമിതി ചാപരേ. സർവരാലും വൃത്താന്തഃ ശ്രൂയതേ, വൃത്താന്തം കേൾക്കപ്പെട്ടു, നിശ്ചിത്യ നിശ്ചയിച്ചിട്ട്, കിഞ്ചിത് ന ഉച്യതേ ഒന്നും പറയപ്പെടുന്നില്ല, കേചന ചിലർ അസാധ്യം, പ്രോജു അസാധ്യമാണെന്ന് പറഞ്ഞു, അവരെ വേറെ ചിലർ ദുർജ്ഞേയം ഇരിക അറിയപ്പെടുവാൻ പ്രയാസമെന്നും. നാരദമുനി പറയുന്നതിനെ എല്ലാ മുനിമാരും ശ്രദ്ധയാ കേൾക്കുന്നതല്ലാതെ ശരിയായ നിവൃത്തിമാർഗം നിശ്ചിതമായിട്ടാരും ആരാലും പറഞ്ഞില്ല.
ചിലർ ഈ കാര്യം അസാധ്യമാണെന്നും മറ്റു ചിലർ ഈ ഉപായം എന്താണെന്ന് അറിവാൻ വളരെ പ്രയാസമാണെന്നും പറഞ്ഞു. മുഖീഭൂതസ്തദാനീതോ കിയന്തസ്തു ബലായുധാഃ കാഹാകാരോ മഹാനാസേ ത്രൈലോക്യേ വിസ്മയാവഹം. മുഖീഭൂതസ്ഥാനീതോ കിയന്തസ്തു ബലായുധാഃ കാഹാകാരോ മഹാനാസേ ത്രൈലോക്യേ വിസ്മയാവഹം. മറ്റു ചിലർ ഒന്നും മിണ്ടാതെയിരുന്നു. വേറെ ചിലർ ഈ സംഗതി കേട്ടപ്പോൾ തന്നെ ഇതിന് നിവൃത്തിമാർഗമില്ലെന്ന് അഭിപ്രായത്തോടു കൂടെ അവിടെ നിൽക്കാതെ തന്നെ ഓടിപ്പോയി. ആകപ്പാടെ 3 ലോകത്തിലുള്ളവരെയും ആശ്ചര്യപ്പെടുത്തുന്നതായ ഹാഹാ എന്നുള്ള ശബ്ദമുച്ചത്തിലുണ്ടായി. ശ്ലോകം 40. വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർവിബോധിതം ഭക്തിജ്ഞാനവിരാഗാണം നോദതിഷ്ഠത്രികം യഥാ. വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർവിബോധിതം ഭക്തിജ്ഞാനവിരാഗാണം നോദതിഷ്ഠത്രികം യഥാ. വേദവേദാന്ത ഘോഷങ്ങൾ തോറും ഗീതാപാഠങ്ങൾ കൊണ്ടും വിശേഷേണ ഉണർത്തിയിട്ടും ഭക്തി, ജ്ഞാനം, വിരാഗം എന്നീ മൂവരിൽ ഒന്നും തന്നെ ഉണർന്നില്ലെന്ന് വന്നതിനാൽ മഹാ ആശ്ചര്യം എല്ലാവർക്കുമുണ്ടായി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.